അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ല അനുഭവമായിരുന്നു. ഇത് പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ ശക്തമാണെന്ന് മനസ്സിലായി. നമ്മുടെ സൈന്യം അതിനുള്ള സജ്ജമാണെന്ന് കരുതുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം ഇപ്പോൾ യുദ്ധമെന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ പേടിച്ച ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാക്കാനും കണ്ടറിയാനും വേണ്ടി ഞങ്ങൾ ഇറങ്ങി നിന്നതാണ്. നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഇത് നല്ലൊരു അനുഭവമായിട്ട് തോന്നി. ഇങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ അതിനെ ശക്തമായി നേരിടാൻ പറ്റുന്ന തരത്തിലാണെന്ന് മനസ്സിലായി. നല്ലൊരു ആദ്യത്തെ അനുഭവമാണ്. പിന്നെ എന്താ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്താണെന്നുള്ളത്. എന്തൊക്കെയാണ് അതിൽ കണ്ടത്? ടൈം ലിമിറ്റിനുള്ളിൽ ഒരു കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടായാൽ അവർ വരുന്നത് ആ ഒരു ടൈം ലിമിറ്റ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി. വളരെ അത് പോസിറ്റീവായിട്ട് തോന്നി. പെട്ടെന്നൊരാൾ ഫ്ലോറിക്കായിരുന്നു. ഞങ്ങൾ ആ ടൈം നോക്കുമായിരുന്നു. ഒരു അപകടം നടന്നാൽ ആ ഒരു ടൈം ലിമിറ്റിനുള്ള ഒരു എത്ര ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നു. കൊള്ളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വളരെ ആശങ്കയോടു കൂടിയാണ് കാണുന്നത്. ഒരു യുദ്ധമൊന്നും നമ്മൾ താങ്ങില്ല. അത് യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ എനിക്കും പറയാനുള്ള അതാ, ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാം സമാധാനപരമായി പോട്ടെ എന്ന്. സമാന സാഹചര്യമല്ല, ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലായിരുന്നു അത് ആവശ്യമായിരുന്നു. കാരണം കൊടുക്കേണ്ടവർക്ക് തന്നെ കൊടുത്തു. അത് ഞങ്ങൾക്കും സന്തോഷമാണ്. പക്ഷെ പിന്നെ ഇനി അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതെ എന്നുള്ളത്. നമുക്ക് രാവിലെ തന്നെ ഇവിടുന്ന് ഒഫീഷ്യൽസ് വന്നിരുന്നു. നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽസ് വന്നിട്ട് കൃത്യമായ നിർദ്ദേശം തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പ്രിപ്പയർ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മെഷീൻസും അലാം എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പാനിക്കാവാതെ ലിഫ്റ്റ് യൂസ് ചെയ്യാതെ കൃത്യമായിട്ട് അകലം പാലിച്ചുകൊണ്ട് തന്നെ സ്റ്റെപ്പ് വഴി പുറത്തേക്ക് ഇറങ്ങണം, അസംബിൾ ചെയ്യണം, അസംബ്ലി പോയിന്റിൽ എത്തണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അപ്പോൾ സിന്ദൂരം, അപ്പോൾ ആ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു കൊരുതിരിപ്പ് വരികയാണല്ലോ. അപ്പോൾ ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന നിലയിൽ വളരെ അഭിമാനം തോന്നുന്നൊരു നിമിഷം തന്നെയാണ്. തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ്. ഡ്രില്ല് കൂടി നടത്തിയോടെ അതായത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളും സജ്ജമാണെന്നുള്ളൊരു മെസ്സേജ് തന്നെയല്ലേ കൊടുക്കുന്നത്? തീർച്ചയായും. അതായത് സാധാരണ ജനങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു കാഷ്വാലിറ്റി എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവർ പാനിക്കാവും. സാധാരണ ജനങ്ങളല്ലേ, അവർക്ക് ഇതുമായിട്ടുള്ള ഇപ്പോൾ കാശ്മീർ അല്ലെങ്കിൽ POK ബോർഡറിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലുള്ളതാണെങ്കിൽ അവരൊക്കെ ഇത് കണ്ട് ജനിച്ച് വളർന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊന്നും ഈ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോയിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു കാഷ്വൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ഇത് വരണമെന്നുള്ളതല്ല, ഇൻ കേസ് എന്തെങ്കിലും ചാൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതുകൊണ്ടുൾപ്പെടെ നമ്മുടെ സഹപ്രവർത്തകരുടെയും കൂടെ ഉള്ളവരെയും കൂടെ കൂട്ടി തന്നെ കാഷ്വാലിറ്റി മാക്സിമം കുറച്ചുകൊണ്ട് എങ്ങനെ വേണം രക്ഷപ്പെടാനെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ്. അത് വളരെ നല്ലതായിരുന്നു. Subscribe to One India and never miss an update.